Hello peoples, welcome back to my channel leenumariam എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്നൊരു അട്ടിപ്പൊളി കയറ് വെച്ചിട്ടുള്ള ഒരു മാലയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫെവി ബോണ്ടിനെ പശ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു ഫാബ്രിക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫാബ്രിക് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. വൈറ്റോ റെഡോ ബ്ലാക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു തുണിയാണ്, ഒരു കട്ട് പീസ് തുണിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മളിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പശ തൂത്തിട്ട് ഒരു പോർഷനൂടെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു പീസ് ഓഫ് ക്ലോത്തൂടെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വൃത്തികേടങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോയിൽ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് സൂപ്പറായിട്ടുള്ളൊരു മാലയാണിത്. നമുക്ക് അധികം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മാലയാണിത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള വേസ്റ്റ് പോർഷൻസ് എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എക്സസ് പോർഷൻസ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി അതെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഹോൾസും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് പശ ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കുറച്ച് പോർഷൻസൊക്കെ ഇളകിപ്പോയിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിങ്ങനെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കയർ, അതിപ്പം ചണത്തിൻ്റെ ചരടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചരടോ കാര്യങ്ങളോ എടുക്കുക. അപ്പം വുളൻ ത്രെഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കയറാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് പശയൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കയറായി എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള പശ നമ്മൾ ആഡ് ചെയ്യണം. കാരണം ഒട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ നല്ല രീതിയിൽ പശ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പീസ് ഒരു കുഞ്ഞു കയർ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ആ കയർ ഇങ്ങനെ ആദ്യം ഒട്ടിയില്ലായിരുന്നു. പിന്നെ ഞാനത് നല്ല രീതിയിൽ ഒന്നുകൂടെ പശയൊന്ന് ഒട്ടിച്ചിട്ട് നല്ല രീതിയിൽ അമർത്തിയിട്ട് അതിങ്ങനെ ഒട്ടിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈനും നമുക്ക് കിട്ടും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒരു പെൻഡൻ്റ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു 2-3 എണ്ണം ഉണ്ടാക്കി അതങ്ങനെ സെറ്റായിട്ട് ഇടാൻ പറ്റുന്നതൊക്കെയാണ്. നമ്മുടെ ആ ഒരു ഡിസൈനിങ് സെൻസ് അനുസരിച്ച് നമ്മളങ്ങ് ചെയ്താൽ മതി. ഞാൻ നല്ല രീതിയിൽ പശയൊക്കെ തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ടൈപ്പ് കയറില്ല, ചരടോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ വുളൻ ത്രെഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള തുണിയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചുറ്റി എടുത്തിങ്ങനെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ കളേഴ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ് വേണം എടുക്കാനെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്കൊരു വെറൈറ്റി ലുക്ക് തോന്നിക്കണം. അപ്പോൾ ഞാൻ നടുക്ക് ഇതുപോലെ പശ വെച്ച് ഒടിച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വുഡൻ ബീഡ് ഞാൻ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും വുഡൻ ബീഡ്സോ അല്ലെങ്കിൽ കോട്ടൻ്റെ ബീഡ്സോ പിന്നെ പൊങ്ങി നിൽക്കുന്ന പോർഷൻസൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആ ഒരു കൊണ്ട് കയറുന്ന പോർഷൻസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തോട്ടായിട്ട് ഞാനൊരു റെഡ് കളറിലെ വുഡൻ ബീഡ് ഇല്ലെങ്കിൽ കോട്ടൻ്റെ ബീഡ്സ് ഉണ്ടല്ലോ, എംബ്രോയ്ഡറി ത്രെഡിൻ്റെ ബീഡ്സ്, അതായാലും കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കൗറി ഷെൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൗറി ഷെൽസ് എന്ന് പറഞ്ഞേക്കുന്നത് ഒറിജിനൽ ഷെൽസ് അല്ല, ഇത് പ്ലാസ്റ്റിക് ഷെൽസാണ്. അപ്പോൾ അതാകുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും. കാരണം ഒറിജിനൽ കൗറി ഷെൽ നല്ല വെയിറ്റും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല വിലയുമായിരിക്കും. അപ്പം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറി ഷെല്ലാകുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് കുറവായിരിക്കും, വിലയും കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചായിട്ട് നമ്മൾ പാറ്റേൺ തയ്യാറാക്കും. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലാണ് ആ ഒരു കവറി ഷെൽസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണം, താഴെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതേ മോഡൽ തന്നെ കൊടുക്കണമെന്നോ ഒന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്കാണെങ്കിൽ ഈ കോട്ടൺ സാരിയുടെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ, നോർത്ത് ഇന്ത്യൻ ഡിസൈനാണ്. ഈ ഒരു ചരട് നല്ലൊരു ചണത്തിൻ്റെ ചരട് അല്ലെങ്കിൽ ജൂട്ട് വെച്ചിട്ടുള്ള ഒരു മാലയാണിത്.
അപ്പം ഞാൻ അതെല്ലാം ഇതുപോലെ കവറി ഷെൽസ് എല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ കുറച്ച് ഹോൾ ഇട്ടിട്ട് ജംപ് റിങ്സ് വെച്ചിട്ട് രണ്ട് മൂന്ന് നാല് കവറി ഷെൽസ് അവിടെ ഇങ്ങനെ തൂക്കി ഇടുന്നുണ്ട്. അപ്പോൾ കാരണം അവിടെ കുറച്ച് പോർഷൻ ഇങ്ങനെ കവർ ചെയ്യാതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിന് പകരം ലോക്കറ്റ് വേണമെങ്കിൽ ഒട്ടിക്കാനാണെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ലോക്കറ്റ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതുപോലെ ഒരു കവറി ഷെൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ പെൻഡൻറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാലയുടെ ത്രെഡിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സാറ്റിൻ്റെ കോഡാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളിൽ സാറ്റിൻ്റെ കോഡ് ഇല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ ഡോരിയോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ എംബ്രോയ്ഡറി ത്രെഡ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിതുപോലെ കുറച്ച് കുഞ്ഞു വുഡൻ ബീഡ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം നല്ല ഭംഗിയാട്ടോ ഇത് നമ്മൾ സാരിയോടൊക്കെ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് കമ്മലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഞാൻ അതിങ്ങനെ കെട്ടിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ ആ പെൻഡൻ്റ് കൂടെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ടുള്ളൊരു മാലയാണിത്. വളരെ സിമ്പിൾ ഡിസൈനുമാണ്. അത്ര വലിയ ഹെവിയുമല്ല, വെയ്റ്റും ഇല്ല ഇതിനും. ഇപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ വെയിറ്റ് ഇല്ലാത്ത മാലകളായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ പലർക്കും പല രീതിയിലുള്ള മാലകളാണ് ഇഷ്ടം. ചിലർക്ക് വെയിറ്റ് ഉള്ള മാലയായിരിക്കും ഇഷ്ടം, ചിലർക്ക് വെയിറ്റ് ഇല്ലാത്ത വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മാലയായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർക്ക് ഈ ഒരു ടൈപ്പ് മാല ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനിതുപോലെ ഇതെല്ലാം ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാല ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ മാല ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു അടിപൊളി മാല ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോ ആകുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക്